ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോപ്പ് മേക്കിംഗ് വീഡിയോ ആയിട്ടാണ്. റോസപ്പൂ വെച്ചാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി വീട്ടിലുള്ള റോസപ്പൂവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ സോപ്പ് പീസ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. പെട്ടെന്ന് മെൽറ്റാകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. റോസപ്പൂവിൻ്റെ ഇതളുകളെല്ലാം അടർത്തിയെടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായി കഴുകിയെടുക്കണം. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. കറ്റാർവാഴയുടെ ഒരു ചെറിയ കഷ്ണം, റോസ് വാട്ടർ, കോക്കനട്ട് ഓയിൽ, എസൻഷ്യൽ ഓയിൽ, കളറിന് വേണ്ടി കുറച്ച് ഫുഡ് കളർ. സോപ്പ് ബേസ് മെൽറ്റ് ചെയ്യേണ്ടത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ്. ഇതിനുവേണ്ടി ഒരു പാൻ നേരത്തെ തന്നെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഈ പാനിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോപ്പ് പീസ് ഇട്ട് കൊടുക്കാം. ഫുൾ ടൈം ഇളക്കി കൊടുക്കണമെന്നില്ല, ഇടക്കിടക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് ബാക്കിയുള്ള പണികളെല്ലാം ചെയ്യാം. റോസപ്പൂവിൻ്റെ ഇതളുകളെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം കോക്കനട്ട് ഓയിലും റോസ് വാട്ടറും ചേർക്കാം. കറ്റാർവാഴ നന്നായി കഴിയുന്നതിന് ശേഷം അതിൻ്റെ രണ്ട് സൈഡും കളയണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള പൾപ്പ് എടുക്കാം. ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു നുള്ള് ഫുഡ് കളർ കൂടെ ചേർക്കാം. ഒട്ടും വെള്ളം ചേർക്കാണ്ട് ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. ഇത് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. ഇത്രയും ജ്യൂസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സോപ്പ് ബേസ് എല്ലാം നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അരിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 10 തുള്ളി എസൻഷ്യൽ ഓയിലൂടെ ചേർക്കാം. ഒരു മോൾഡിലേക്ക് കുറച്ച് റോസിൻ്റെ ഇതളുകൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചേർക്കണമെന്ന് നിർബന്ധമില്ല. എൻ്റെ കയ്യിൽ ഒത്തിരി റോസപ്പൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഇടുന്നത്. കുറച്ച് ഇതളുകൾ സോപ്പ് പീസിലേക്ക് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫിന് ശേഷം ഇത് മോൾഡിലേക്ക് മാറ്റാം. ഇപ്പോൾ റോസപ്പൂ എല്ലാം മുകളിലേക്ക് വന്ന് കിടക്കുന്നുണ്ട്. 5 മണിക്കൂറിന് ശേഷം ഇത് സെറ്റാവുന്നതാണ്. റോസപ്പൂവിൻ്റെ ഇതളുകൾ ഇട്ടതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഡബിൾ സൈഡായിട്ട് സോപ്പ് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ റോസപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.